എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഐസി ജോസഫ്, ഒരു സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലറാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് മാനസിക ആരോഗ്യത്തെക്കുറിച്ചാണ്. ഇന്ന് കണ്ട ഒരു വാർത്ത എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്ന വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ വാങ്ങിവെച്ചപ്പോൾ അധ്യാപകനെതിരായി ആക്രോശം നടത്തുന്ന ഒരു വിദ്യാർത്ഥി. എന്തു പറ്റും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ന് നാം ചിന്തിക്കുന്നുണ്ടാവാം. കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണവും അണുകുടുംബങ്ങളുടെ അതിപ്രസരവും, മാതാപിതാക്കൾ രണ്ടുപേരും ജോലിക്ക് പോകുമ്പോൾ വീട്ടിൽ തനിച്ചാകുന്ന ബാല്യകൗമാരങ്ങളും കുഞ്ഞുങ്ങൾക്ക് മുൻപിൽ വെല്ലുവിളി ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ അവരുടെ മുമ്പിൽ തുറന്നു കൊടുക്കുന്ന സോഷ്യൽ മീഡിയാസ്, മദ്യം, മയക്കുമരുന്ന്, ലഹരി മാഫിയകളും അവരെ നല്ലൊരു മാനസികാരോഗ്യം രൂപപ്പെടുത്തുന്നതിന് വിഘാതം സൃഷ്ടിക്കുന്നു എന്നതിൽ സംശയമില്ല. അത്തരത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ നമുക്കിന്ന് കാണാൻ സാധിക്കും. എന്താണ് മാനസികാരോഗ്യം? ലോകാരോഗ്യ സംഘടനയുടെ നിർവചന പ്രകാരം ഒരു വ്യക്തി അവൻ്റെ പെരുമാറ്റത്തിലും വൈകാരിക അവസ്ഥയിലും ഭൗതിക തലത്തിലും രൂപപ്പെടുത്തേണ്ട ചിട്ടയായ ക്രമത്തെയാണ് മാനസിക ആരോഗ്യമെന്ന് പറയുന്നത്. ഇന്ന് മാനസിക ആരോഗ്യത്തോടെ വളരുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറഞ്ഞു വരികയാണ്. എന്നാൽ കേരളത്തിൽ മാനസിക ആരോഗ്യത്തിന് നൽകുന്ന പ്രാധാന്യം നന്നേ കുറവാണ് എന്നത് സങ്കടകരം തന്നെയാണ്. വരും കാലങ്ങളിൽ ശാരീരിക ആരോഗ്യത്തോടൊപ്പം തന്നെ പ്രാധാന്യം മാനസിക ആരോഗ്യത്തിനും നൽകിയില്ല എങ്കിൽ നമ്മുടെ അടുത്ത തലമുറ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നതിൽ സംശയമില്ല. അതിനാൽ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധ്യമുള്ളവരാകാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും നല്ല മാനസിക ആരോഗ്യത്തോടെ നമ്മുടെ മക്കളെ വളർത്താനും നമുക്ക് കഴിയണം.